ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കാട്ടോ. അപ്പം ഇന്നത്തെ ദിവസതാ നമ്മളെ പതിവ് പോലെ കുറച്ച് വിശേഷങ്ങൾ കാര്യങ്ങൾ റെസിപ്പീസ് ഒക്കെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ രാവിലെ തന്നെ നമ്മളെ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഓട്ടരാട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അപ്പം അതിൻ്റെ പണികളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. ഓട്ടര ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച അത്ര വേഗത്തിലൊന്നും റെഡി ആയിട്ട് കിട്ടില്ലല്ലോ. പതിയെ 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 അടുപ്പത്തു നിന്ന് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അപ്പം തീയൊക്കെ ഇങ്ങനെ അതൊരു പാകത്തിൽ അങ്ങ് റെഡി ആവണം കേട്ടോ. എന്നാലേ ഓട്ടട നമ്മൾ വിചാരിച്ച പോലെ അങ്ങ് ആയി കിട്ടും. അല്ലെങ്കിൽ ചില ഭാഗം അങ്ങനെ വെന്തിട്ടുണ്ടാവില്ല, ചില ഭാഗം അങ്ങനെ വെന്തിട്ടുണ്ടാവും, അങ്ങനെയൊക്കെയാണല്ലോ കിട്ടുക. അപ്പോൾ അതാ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അങ്ങനെ കുറഞ്ഞ തീയിൽ അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മൾ മാവ് അങ്ങനെ ശരിക്കും അരിപ്പൊടി മാത്രം എടുത്തിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കലുണ്ട് കേട്ടോ. ഇതിപ്പം പച്ചരി തലേ ദിവസം കുതിർത്തിട്ട് അങ്ങനെ കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിന്. അപ്പം ഓട്ടട ഇതാ കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. ഇന്നിപ്പം സ്കൂളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. വേറെ ഒന്നുമില്ല, ഇപ്പോൾ കുറേ ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്ക് സ്കൂളുണ്ടാവും, ഇടയ്ക്ക് ലീവ്, അങ്ങനെയൊക്കെ ആണല്ലോ ഇപ്പോഴത്തെ ഒരു ഇത്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് പതിയെ ആയാലും മതി ബ്രേക്ക്ഫാസ്റ്റൊക്കെ. അപ്പം അങ്ങനത്തെ ദിവസങ്ങളിലായിട്ട് നമ്മൾ കൂടുതലും ഓട്ടടയൊക്കെ ഉണ്ടാക്കൽ. അല്ലെങ്കിൽ രാവിലെ നമുക്ക് ഓട്ടടയൊക്കെ ആയി കിട്ടണമെങ്കിൽ കുറേ സമയം എടുക്കുമല്ലോ. അപ്പം അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ്, ചായ കുടിയൊന്നും എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ചായ കുടിയൊക്കെ കഴിഞ്ഞ് നേരെ അകൊക്കെ ഒന്ന് അടിച്ച് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുങ്ങാം. ഇപ്പോൾ പൊതുവേ നല്ല മഴക്കുള്ളൊരു കാലാവസ്ഥയാണല്ലോ. രാവിലെ തുടങ്ങുന്ന മഴ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി വരെ നീണ്ടു നിൽക്കുന്നൊരു സമയമാണല്ലോ. ഇവിടെ അൽഹംദുലില്ലാ നമുക്കങ്ങനെ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. വെള്ളം അങ്ങനെ കയറുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. നല്ലോണം വെള്ളം വന്ന് എല്ലാ ഭാഗത്തും വെള്ളം നിറഞ്ഞു നിന്നാലും നമുക്ക് വെള്ളം കാണണമെങ്കിൽ കുറച്ച് ദൂരം പോയിട്ട് അങ്ങനെ കാണാൻ വേണം കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ നേരെ താഴെ തന്നെ പോയാലുണ്ട് നമുക്കിങ്ങനെ വീട്ടിൽ വെള്ളത്തില്ലെങ്കിലും നമുക്ക് എപ്പോഴും വെള്ളം നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ. അപ്പം രാവിലെ തന്നെ നമ്മളിങ്ങനെ പോയി വെക്കും, വെള്ളം കൂടിയോ കുറഞ്ഞോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ എത്തുമ്പോൾ നമുക്കിനി വെള്ളം മൊത്തത്തിൽ മുങ്ങിയാലും നമ്മളങ്ങനെ കാണില്ല കേട്ടോ. കുറച്ച് പോയിട്ട് തന്നെ നമുക്ക് വെള്ളം കാണണം. അങ്ങനെ അതാ നമ്മൾ അടിച്ചു വാരലൊക്കെ അങ്ങനെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അതാ ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം അരിയിടാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കുക. അപ്പം പതിവ് പോലെ തന്നെ അതാ നമ്മൾ ചുടുവെള്ളത്തിൽ ആദ്യം കഴുകി. എല്ലാ ദിവസവും ഒരേ റുട്ടീനാണല്ലോ രാവിലെ ഉണ്ടാവുക. നമ്മൾ ചോറ് കറികൾ ഒക്കെ ആയിട്ട് രാവിലത്തെ നമ്മളൊരു റുട്ടീന് എപ്പോഴും ഒരേപോലെ തന്നെ ഉണ്ടാവുക. അപ്പം അരിയൊക്കെ ഇതാ നല്ലോണം കഴുകിയെടുക്കുക. 2-3 പ്രാവശ്യമായിട്ട് അങ്ങനെ അങ്ങ് കഴുകിയെടുക്കല. അങ്ങനെ ഇതാ നമ്മൾ അരിയൊക്കെ നല്ലോണം കഴുകിയെടുത്ത് നേരെ ഇതാ ഇതിലേക്ക് അങ്ങനെ ഇട്ടുകൊടുക്കുക. ചെമ്പെടുക്കുക എന്നല്ല പറയൽ, അതിലേക്ക് അങ്ങനെ ഇട്ടുകൊടുക്കുക കേട്ടോ. അപ്പം ചില ദിവസങ്ങളിൽ കുറഞ്ഞ അളവിൽ ചോറൊക്കെ മതിയാവും കേട്ടോ. എന്നാലും നമ്മൾ സ്ഥിരമായിട്ട് ഇതിലങ്ങനെ വെക്കുന്നതിനോണ്ട് എല്ലാ ദിവസവും നമ്മൾ ഇതിൽ തന്നെയായിട്ട് വെക്കൽ. ഇനിയിപ്പോൾ കുറഞ്ഞ അളവിലായാലും കൂടുതൽ അളവിലായാലും ഒക്കെ ഈ ഒരു ഇതിൽ തന്നെ കേട്ടോ നമ്മൾ ഉണ്ടാക്കൽ. പിന്നെ ഉച്ച സമയത്തേക്ക് മാത്രമായിട്ട് അങ്ങനെയൊക്കെ മതിയെങ്കിൽ നമുക്കൊരു മടിയാണ് കേട്ടോ. അങ്ങനെയൊക്കെ വേഗത്തിൽ റൈസ് കുക്കറിൽ അങ്ങനെ അങ്ങ് റെഡിയാക്കി എടുക്കും. അല്ലാത്ത ദിവസങ്ങളിൽ കൂടുതലായിട്ടും ഇതിൽ തന്നെയാണ് ഉണ്ടാക്കൽ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇതാ മക്കൾ നല്ല കളിയിലായിട്ട് വന്ന് കുറച്ച് സമയം ഉണ്ടാവുള്ളൂ ഈ കളീൻ്റെ ഒരു ആയുസ്സൊക്കെ. ഇടയ്ക്കിടയ്ക്ക് അടി കൂടും. ഇപ്പം കാണുമ്പോൾ നമുക്കിങ്ങനെ തോന്നും എന്ത് ഡീസൻ്റ് ആയിട്ട് ഓല് ഇരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഓലിങ്ങനെ അടി ഉണ്ടാക്കും. ഇനിയിപ്പോൾ അമ്മലായാലും ഓളെന്തെങ്കിലും കളറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓനെടുത്താൽ അങ്ങനത്തെ ഒക്കെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് ഉണ്ടാവുക. എന്നാലും ഓൽക്ക് ഇങ്ങനെ കാണാതെ കാണാനൊന്നും പറ്റില്ല. ഇനിയിപ്പം ഐബുന് എന്ത് സംഗതി കിട്ടിയാലും ആദ്യം ദീദിക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹമാണ്. എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ അടി ഉണ്ടാക്കും. ഓളെ സാധനത്തിലൊക്കെ ഒരു ഭയങ്കര കരുതലാണ്. ഇങ്ങനെ എടുത്ത് വെക്കണം, നീറ്റാക്കിയിട്ട് വെക്കണം, അങ്ങനത്തെ ഒക്കെ ഓരോരോ ഇഷ്ടങ്ങളാട്ടോ ഓക്ക്. അപ്പം ഓള പരിപാടികൾക്കൊന്നും ഓനങ്ങനെ കിട്ടില്ല. ഓൻ്റേതായ ഓരോരോ പരിപാടികളുണ്ടാവും. അപ്പോൾ അത് വാശി പിടിച്ച് ഓന് വാങ്ങുമ്പോഴും ആക്കുമ്പോഴും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഓലെന്തെങ്കിലും ഒരു അടി ഉണ്ടാക്കൽ. എന്നാലും ഒരു ഭയങ്കര ഐക്യം തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ പരിപാടികളൊക്കെ അങ്ങനെ തീർക്കുന്നുണ്ട്. ഞാൻ തുടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഓന് നമ്മൾ പാല് വാങ്ങിച്ചിട്ടുണ്ടായിട്ടുണ്ടാവും. സ്ഥിരമായിട്ട് അങ്ങനെ വാങ്ങിക്കലുണ്ട്. ഓനക്കാണെങ്കിൽ ചില സമയത്ത് പാല് ഭയങ്കര ഇഷ്ടമാണ്. അത് കുപ്പിങ്ങനെ നമ്മൾ കിട്ടുമ്പോൾ തന്നെ ഉണ്ടാവില്ല, വാങ്ങിക്കൊണ്ട് വരുമ്പോൾ തന്നെ ഓനത് വാങ്ങിയിട്ട് ഓൻ ചിലപ്പോൾ അപ്പം തന്നെ വേണ്ടി വരും. അല്ലെങ്കിൽ ഇങ്ങനെ അപ്പം തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കും. അങ്ങനത്തെ ഒക്കെ ഓരോരോ പരിപാടികളുണ്ടാവും കേട്ടോ.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയ വേറൊന്നുമില്ല, ഉമ്മന്ന് കഞ്ഞിത്തുകല്ലേ, അപ്പം അതിൻ്റെ താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ മഴ പെയ്യുമ്പം ഇങ്ങനത്തെ ഓരോരോ പൂതികളുണ്ടാവും. ഇപ്പോൾ താള് കൂടുതലായിട്ടുണ്ടായാലും ഉമ്മ താള് കറിയാക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പനിക്കൂർക്ക താളിപ്പുണ്ടാക്കും. അപ്പം ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ. നമുക്ക് എപ്പോഴെങ്കിലും കിട്ടുന്ന സംഭവങ്ങളല്ലേ. നമ്മളായിട്ട് എന്തായാലും ഉണ്ടാക്കി കഴിക്കില്ല. പിന്നെ ഉമ്മമാരുണ്ടാക്കുമ്പം നമ്മൾ നേരെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതാണ്. അപ്പം നമുക്കിതിങ്ങനെ തൊടുമ്പം ചൊറിയും എന്നുള്ളതൊക്കെ ഒരു പേടിയുണ്ടാവും. പക്ഷേ ഉമ്മ എന്താണെന്നറിയില്ല, നമ്മൾ ഉള്ളി അരിയുമ്പം കണ്ണിന്ന് വെള്ളം വരും, ഉമ്മാരരിയുമ്പോൾ വെള്ളം വരില്ല എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ്. ഉമ്മക്ക് ഇത് പറിക്കുമ്പോൾ അങ്ങനെ ചൊറിച്ചിലൊന്നും വരുന്നില്ല കേട്ടോ. അങ്ങനെ ഉമ്മ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ നുള്ളി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനും ഫോണും പൊക്കി അങ്ങനെ പോയതാണ്. നമുക്ക് വീഡിയോ കിട്ടും, ഉമ്മക്ക് കൂട്ടാനാവും എന്നുള്ള രീതിയിൽ ഉമ്മ നല്ലോണം കേക്കൊക്കെ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. വേറെന്തല്ല, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ ചെള്ളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്പം നമ്മൾ മുറ്റത്തുനിന്ന് പറിച്ചുകൊണ്ട് വരുന്നില്ലേ, അപ്പം ഉമ്മ പറഞ്ഞ ടൈമിൽ ഇങ്ങനെ ചെറിയ ചെറിയ പുഴുക്കൾ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ്. നമ്മൾ നല്ലോണം കേകിയില്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് നല്ലോണം കഴുകിയൊക്കെ വൃത്തിയാക്കിയൊക്കെ എടുത്ത്, ഇതാകുമ്പോൾ പിന്നെ അരിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഇത് നമ്മൾ വേഗത്തിൽ തന്നെ വേവിച്ചാൽ അതിൻ്റെ ചൊറിച്ചിൽ അങ്ങ് പോകുന്ന പറയല്. പക്ഷെ ഉമ്മക്ക് എന്താണെന്നറിയില്ല കേട്ടോ, ചൊറിയണമെന്നൊന്നും അങ്ങനെ കണ്ടില്ലേനി. അങ്ങനെ നമ്മൾ മൺപാത്രമൊക്കെ വെച്ചെടുത്ത് അതിലേക്ക് ചെറിയുള്ളി കേട്ടോ ഇട്ടെടുക്കണേ. ചെറിയുള്ളി കുറച്ച് കൂടുതലായിട്ട് അങ്ങനെ ചേർത്തെടുത്തിട്ടുണ്ടായിന്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ചെറിയുള്ളി അങ്ങനെ ഇട്ടുകൊടുത്ത്, ചെറിയുള്ളി ചെറുതായിട്ടൊക്കെ മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ തക്കാളിയും പിന്നെ പച്ചമുളകും കൂടെ ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു തക്കാളീൻ്റെ പകുതി അത്രയൊക്കെ എടുത്തിട്ടുള്ളതിന്. പിന്നെ ഒരു 3 പച്ചമുളക് കേട്ടോ ഇട്ടെടുത്തിട്ടുണ്ടായിന്. ഇനിയിപ്പം ഒരുപാട് ഇലകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് കൂടുതൽ അളവിൽ അങ്ങനെയൊക്കെ ചേർത്തെടുക്കുക. അങ്ങനെ നമ്മൾ തക്കാളിയും പച്ചമുളകൊക്കെ ചെറുതായിട്ടൊക്കെ വന്നതിന് ശേഷം അതിലേക്ക് കഞ്ഞിവെള്ളം കേട്ടോ ചേർത്തെടുക്കുന്നത്. ഇപ്പം താളിപ്പ് എപ്പോഴും കഞ്ഞിവെള്ളത്തിലാണ് നമ്മൾ ഉണ്ടാക്കല്. ഇനിയിപ്പോൾ പപ്പടാലും കഞ്ഞിവെള്ളത്തിൽ താളിച്ചാൽ അത് മാത്രം മതിയാവും നമുക്ക് ചില സമയത്ത് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കഞ്ഞിവെള്ളം 1 കപ്പ് അളവിൽ അത്രയൊക്കെ ചേർക്കണുള്ളൂ കേട്ടോ. ആദ്യം കുറച്ച് ചേർത്തെടുത്ത് പിന്നെയും കുറേശ്ശായിട്ട് അങ്ങനെ ചേർത്തെടുത്ത് അത്ര മതിയാവുള്ളൂ. ഇനിയിപ്പം ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പാണ് ചേർത്തെടുക്കുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെ ചേർത്തെടുത്താൽ മതി. അപ്പം വെള്ളം ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഓൾറെഡി ചൂടുള്ളൊരു കഞ്ഞിവെള്ളം തന്നെയാണ്. അപ്പം അതുകൊണ്ട് വേഗത്തിൽ അങ്ങ് തിളച്ച് വന്നിട്ടുണ്ടായിട്ടോ. ഇനിയിപ്പം ഇതിലേക്ക് നമ്മൾ കേക്കൊക്കെ വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ഇലയില്ലേ, അതും കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. വേറെ ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ ഈ ഒരു താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഇലൻ്റെ ടേസ്റ്റ് ഉണ്ടാവും ആ ഒരു താളിപ്പ് മുഴുവനായിട്ടും. അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ ഇപ്പം സീസണാണല്ലോ, ഇപ്പം മഴയൊക്കെ പെയ്യുമ്പം നിറച്ചും ഇങ്ങനത്തെ ഇതൊക്കെ നമ്മളെ തൊടിയിലും ഒക്കെ ഉണ്ടാവും. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഇല മുഴുവനായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏതിലകളായാലും വേഗത്തിൽ അങ്ങ് വാടിപ്പോവുമല്ലോ. നമ്മൾ കുറച്ച് കൂടുതൽ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചാലും അത് വേഗം അങ്ങ് വെന്ത് അതിലങ്ങ് മിക്സ് ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ കുറഞ്ഞ അളവിലായിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ടതിന്. ഇല മൊത്തത്തിൽ അങ്ങനെ ഇട്ടെടുത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. കുറേ നേരമൊന്നും വേണ്ട, അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് മതിയാവും കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഇലയൊക്കെ നല്ലോണം വെന്ത് നല്ലോണം അങ്ങനെ കുറേ നേരമൊന്നും അങ്ങനെ വേവിക്കരുത് കേട്ടോ. അപ്പോൾ ഇലൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ അങ്ങ് മാറിയിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഒന്ന് വേവിച്ചിട്ട് നമുക്കങ്ങനെ എടുത്തു മാറ്റാം. ഇപ്പം ഇല ഇതിലേക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്ത് ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് അത്രയൊക്കെ തന്നെ മതിയാവും നമ്മൾ ഈ താളിപ്പിന്. അങ്ങനെ 3-4 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പം ഞാനൊന്ന് തുറന്ന് നോക്കിയത് കേട്ടോ. നമ്മൾ അടിപൊളിയായിട്ടുള്ള താളിപ്പങ്ങ് സെറ്റായിട്ടുണ്ടായിന്. പിന്നെ എന്നാൽ ഉച്ചക്കേക്ക് നമ്മൾ ചിക്കൻ കറിയും പിന്നെ മമ്പയറുപ്പേരും അങ്ങനത്തെ ഒക്കെ ഓരോരോ ഐറ്റംസ് ആട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അതൊക്കെ എല്ലാ സമയത്തും ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ അതിൻ്റെ റെസിപ്പി ആയിട്ട് അങ്ങനെയൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ലേനി. ഞാനിപ്പോൾ ഈ വീഡിയോ ഒരു വെള്ളിയാഴ്ച ദിവസമായിട്ടോ എടുത്തിട്ടുണ്ടായിന്. അപ്പം അയ്പുത പള്ളിയിൽ പോകാനുള്ളൊരു ഒരുക്കത്തില്ല, അവനെ വേഗത്തിൽ അങ്ങനെ കുളിപ്പിച്ച് മാറ്റിക്കൊടുത്ത് ജുബ്ബൊക്കെ ഇട്ടെടുത്ത് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കാം കേട്ടോ. ഇതിപ്പം 2ാമത്തെ പ്രാവശ്യം കേട്ടോ അവനിങ്ങനെ ജുമ്മക്ക് പോണേ. അല്ലാതെ പെരുന്നാൾക്ക് അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിന്. ജുമ്മക്ക് അവന് 2ാമത്തെ പ്രാവശ്യം കേട്ടോ പോയിട്ടുണ്ടായിന്. അപ്പം പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പം നമുക്കൊക്കെ
പോകുന്ന സമയത്ത് ഉമ്മക്കൊക്കെ സലാം കൊടുത്ത് പിന്നെ അങ്ങനെ ഇറങ്ങിയപ്പം അങ്ങനെ ഉമ്മ തരുമോ ചോദിച്ചപ്പോൾ അങ്ങോട്ടേക്ക് തന്നെ കയറിയിട്ട് ഉമ്മക്ക് കൊടുത്ത് അങ്ങനെ ഒരു പള്ളിയിൽ പോയിട്ടോ. ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്കിങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പള്ളിക്കൊക്കെ ഇറങ്ങി. പള്ളിക്ക് പോകുന്ന സമയത്ത് വലിയ മഴയൊന്നും ഇല്ലേന് കേട്ടോ, ഒരു തെളിഞ്ഞൊരു കാലാവസ്ഥയൊക്കെ തന്നെയാണ്. അത് കഴിഞ്ഞപ്പോൾ മഴ അങ്ങ് തുടങ്ങി. നല്ല മഴ ഉണ്ടോ, നല്ല മഴയും കാറ്റും ഒക്കെയുള്ളൊരു കാലാവസ്ഥയുണ്ടോ, നല്ല തണുപ്പും ഒക്കെ കൂടി നിന്നൊരു സമയമാണ്. നല്ല മഴ ഉണ്ട് കേട്ടോ. നമ്മളിപ്പം പുറത്ത് നല്ല മഴ ഉണ്ടെങ്കിലും വീഡിയോ എടുക്കുമ്പോൾ വീഡിയോയിൽ നമ്മൾ ആ മഴൻ്റെ ഒരു കാഠിന്യം അങ്ങനെ കാണാത്ത മഴയായിട്ട് നമുക്ക് തോന്നുന്നല്ലേ. ഇപ്പോൾ ശരിക്കും നല്ല മഴയുണ്ട്. പക്ഷെ വീഡിയോയിൽ നമുക്കിപ്പം കാണുമ്പോൾ ചെറിയ രീതിയിലൊരു പാറ്റൽ മഴ പോലെയൊക്കെ തോന്നണുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിതാ ഒന്ന് പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം ഇവിടെ ഓരോരോ പരിപാടികളുണ്ട് കേട്ടോ. ഇത് അമ്ലുവിൻ്റെ പേരൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പ്രിൻ്റ് എടുത്തതിന്. അപ്പം ഓളെ ബുക്കൊക്കെ ഓൾറെഡി നമ്മൾ പൊതിഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിലൊരു പൊതി എന്താണെന്നറിയില്ല, നെയിം സ്ലിപ്പൊക്കെ അങ്ങനെ പറഞ്ഞു പോരുന്നുണ്ട്. അപ്പം ഇതിലൊന്നുകൂടിയൊക്കെ മാറ്റിയിട്ട് വേറെ പൊതിയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പം ഒരു രണ്ടാളും അത് നോക്കി നിൽക്കാൻ കേട്ടോ, ടേബിളിലൊക്കെ കയറിയിരുന്ന് അത് പൊതിയാനും നെയിം സ്ലിപ്പ് എടുത്തെടുക്കാനും ഒക്കെ രണ്ടാളും രണ്ട് ഭാഗത്തുനിന്ന് അങ്ങനെ കൂടി കൊടുക്കണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം നേരതാ നമ്മളെ ഫുഡിൻ്റെ പരിപാടികൾ നോക്കണം. ഇപ്പം എല്ലാവരും പള്ളിയൊക്കെ വിട്ട് വന്ന് നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് നേരതാ എല്ലാ ഐറ്റംസും അങ്ങനെ എടുത്ത് വെക്കാണ്. അപ്പം വെള്ളിയാഴ്ച ആകുമ്പോൾ നമുക്ക് ബീഫും ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നിർബന്ധമാണല്ലോ വെള്ളിയാഴ്ച ദിവസം. അങ്ങനെ നമ്മളെ കറിയും ഉപ്പേരികളും എല്ലാം ടേബിളിലേക്ക് അങ്ങനെ എടുത്ത് വെക്കുക. അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ച് ഞാനും ഉപ്പയും നമ്മളെല്ലാവരും ഒരുമിച്ച് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കാം കേട്ടോ. ചോറൊക്കെ വിളമ്പി വെച്ച് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചോറൊക്കെ കഴിച്ചിട്ടോ. ചോറ് നമ്മളെപ്പോഴും അങ്ങനെ ഓരോരുത്തർക്ക് വേണ്ടത് നമുക്ക് സ്ഥിരമായിട്ട് അങ്ങനെ കഴിക്കുമ്പോൾ ഒരു അളവുണ്ടാവില്ലേ, നമ്മളിപ്പോൾ എത്രത്തോളം കഴിക്കും എന്നുള്ളൊരു അളവുണ്ടാവില്ലേ. അപ്പം അതിനനുസരിച്ച് നമ്മൾ എല്ലാവർക്കും അങ്ങനെ വിളമ്പി വെക്കില്ല. ഇനിയിപ്പം രണ്ടാമത് വേണ്ടി വരില്ല കേട്ടോ. ഇനിയിപ്പോൾ അഥവാ വേണമെങ്കിലും നമ്മളങ്ങനെ എടുക്കുക എന്നല്ലാതെ ചോറായിട്ടൊരു പാത്രത്തിൽ അങ്ങനെ എടുത്ത് വെക്കൽ കുറവാണ്. അപ്പം താളിപ്പും അതേപോലെ ആ ചട്ടിയോടൊക്കെ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിന്. ബാക്കിയുള്ള ഐറ്റംസൊക്കെ ചെറിയ ചെറിയ പാത്രത്തിലാക്കി അങ്ങനെ അങ്ങ് എടുത്ത് വെച്ചതാണ്. ഇവിടെ നമ്മളെപ്പോഴും ഇങ്ങനെ ചെറിയ ചെറിയ പാത്രങ്ങളിലായിട്ടോ കറികളൊക്കെ എടുക്കൽ, എന്താണെന്നറിയില്ല. അപ്പം വലിയ പാത്രങ്ങളിലൊന്നും എടുക്കലില്ല, എപ്പോഴും ചെറിയ പാത്രങ്ങളിൽ അങ്ങനെയാട്ടോ കറികൾ കൂടുതലും എടുക്കൽ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്നിട്ട് ചോറൊക്കെ കഴിച്ചിട്ടോ. പിന്നെ മക്കൾക്ക് നമ്മൾ കഴിച്ച് ഏതായാലും ഒരൊറ്റക്ക് കഴിക്കില്ല കേട്ടോ. അപ്പം ഒന്നെങ്കിൽ അവർക്ക് വേഗത്തിൽ കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ കൊടുക്കും. നമ്മൾ ചില സമയത്തൊക്കെ നമ്മളെ കൂടെ അങ്ങനെ ഇരുന്ന് നമ്മൾ കുറേ നിർബന്ധിച്ചാലൊക്കെ ഇരുന്ന് അങ്ങനെ ഒറ്റക്ക് കഴിക്കും. കൂടുതലും നമ്മളങ്ങനെ വാരി കൊടുക്കണ ഒക്കെ ഇഷ്ടം. അപ്പം ഇത്രയൊക്കെയുള്ളൂ നമ്മളെ ഇന്നത്തെ കുട്ടി കുട്ടി വിശേഷങ്ങൾ കാര്യങ്ങൾ ഒക്കെ കേട്ടോ. അപ്പം ഇനിയും ഇതുപോലത്തെ വീഡിയോസോ വ്ളോഗ്സോ റെസിപ്പീസോ ഒക്കെ ആയിട്ട് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.